പാള വലിക്കുന്ന കാലം കണ്ടൊരു മാള ആളെ കറക്കുന്ന നോട്ടം ആണ്ടടി മോളെ. ചങ്ങാമരെ, ഞാനിന്നുണ്ടല്ലോ എൻ്റെ ചാനലിലൂടെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള അസർ D2Z ഇടോ അസർ ഡ്രീം ടു സ്ക്രീനെയാണ് നമ്മൾ വീഡിയോയിലൂടെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? എന്തായിരുന്നു? മുന്നേ ഒരു പാട്ട് പാടിയിരുന്നു, നമ്മളെ കുറ്റിപ്പന്തൽ കെട്ടിച്ചമച്ച് പറഞ്ഞൊരു പാട്ട് പാടിയിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മളെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് വലിയ പുരോഗതി ഉണ്ടോ, എന്താണ് ഭാവി പരിപാടികൾ, അതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നത് പേരൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? അസർ D2S. ഞാൻ പറഞ്ഞപ്പോൾ D2Z എന്ന് പറഞ്ഞത് ഡ്രീം ടു സ്ക്രീനിലെ കുഴപ്പമില്ല, സെറ്റ് വരെ പോകുന്നുള്ള കൂട്ടാ. അപ്പോൾ എന്തായിരുന്നു ആ പേര് അങ്ങനെ വരാനുള്ള ഒരു കാരണം? അതന്നെ ഡ്രീം ടു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ സ്ക്രീൻ നമ്മളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. സ്ക്രീൻ ഞാൻ അവിടെ എങ്ങനെ വന്നൊരു വിഷ്വലൈസർ ആവുക എന്നുള്ളൂ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ആവുക എന്നുള്ള സ്ക്രീനാണ് സ്വപ്നം. അതിന് ഡയറക്ഷൻ ആയാലും എന്തായാലും സ്ക്രീനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. അന്നിട്ടതാണ് എസ് കൂടെ. അതായത് അന്ന് മ്യൂസിക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ അതിന്റെ മുന്നേ പക്ഷേ ഞാൻ പറയലുണ്ടെങ്കിലും കൂടി ചേർക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറച്ചൊക്കെ 5-6 കൊല്ലം അതിനപ്പുറത്തൊക്കെ എന്തായാലും ഞാൻ പേരിന്റെ കൂടെ D2S കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പിന്നെ പണ്ടൊരു പാട്ട് പാടി നമ്മളെ അയച്ചിട്ടില്ല, ഹിറ്റ് അടിച്ചൊരു പാട്ടായിരുന്നു അല്ലേ? ആ പാട്ടൊന്നും കൂടി അന്ന് പാടിയ വരി പാടണ്ട, കാരണം റിലീസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ ബജ്ജിന്റെ ബെയ്ത്തല്ല പാഞ്ഞു കളിച്ചും ഗുജ്ജിലും കൊളുത്തിലും ചാടി കുളിച്ചും മൂച്ചിന്റെ മൂട്ടിൽ സാറ്റ് കളിച്ചതും റോട്ടുമ്മ കയറിട്ട് ബാറ്റ് കളിച്ചതും ഒഴിച്ചിട്ട് കളിച്ചൊരു തളിച്ചുള്ള കാലം ചിരിച്ചതും കളിച്ചതും എത്ര നേരം കാച്ചിൽ കഴിച്ചിട്ട് പൈച്ചിൽ മാറ്റിയ സൊറച്ചിലും പറിച്ചിലും നിറച്ചൊരു കാലം ഞമ്മളെ നെഞ്ചിൽ കേറിയ കുഞ്ഞാളെ, ഞമ്മളെ നെഞ്ചിൽ കേറിയ കുഞ്ഞാളെ. ഹലോ, ഫസ്റ്റ് അത് കുറ്റിപ്പന്തൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ചെറിയ റാപ്പ് പോഷൻ ഉണ്ട്, കൊണ്ടോട്ടി ബാപ്പുട്ടിയാണ് പാടിയത്. അപ്പൊ അതിന്റെ പുതിയ അതൊന്നും ഇതിനകത്ത് തന്നെ റാപ്പിന്റെ ചെറിയ പോഷൻ ഉണ്ട്. ആ ലൈൻ ഒന്ന് പാടാൻ പറ്റുമോ? വാട്ടി പണം കച്ചമണ്ടി വട്ടം മാറ്റാനത്തമണ്ടി വട്ടക്കപ്പ കൂട്ടാൻ കുടുംബ പത്രിക്കൊപ്പ തൊടങ്ങി കുടുംബ സൈറ്റ് വായിക്ക് ചെന്ന് സഹിച്ചു നയിച്ചു വന്ന് കുഴച്ച് ബേച്ച് തിന്ന് സൂയിച്ച കാലത്ത് വെളിച്ച് പറിച്ച ചക്ക പൊഴിച്ച് ബേച്ച ചക്ക ബർക്കത്തുള്ള കഥ മറക്കല്ലെങ്ങനെ. കടിച്ചപ്പെട്ടാത്ത കുറെ വാക്കുകളല്ലേ അല്ലേ? അത് വേണല്ലോ, അതാണ് റാപ്പ് മ്യൂസിക്കിന്റെ നമ്മളെ ഭാഷക്ക് തന്നെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മലപ്പുറത്ത് നിന്ന് എന്തുകൊണ്ട് ഇത്രയും റാപ്പേഴ്സ് വരുന്നു എന്നുള്ളതിന് എനിക്ക് കിട്ടിയൊരു ആൻസർ അതാട്ടോ. കട്ടിയുള്ള വേർഡ്സുകൾ നമുക്ക് നല്ലോണം ഒരുപാട് നല്ലോണ്ട്. വേണം അങ്ങനത്തെ ലൈൻ ചെയ്താണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണവരല്ല, നിങ്ങൾ കോട്ടയത്തുള്ള ഒരാൾ റാപ്പ് ചെയ്തതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. എന്താ ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തൃശ്ശൂരുള്ള ആൾക്കാർ ഭയങ്കര സോഫ്റ്റ് തന്നെ. നമ്മളെ ഉള്ളവർക്ക് കടികെട്ട് വാക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയും അല്ലേ? വല്യമാര് മുതല് എല്ലാവർക്കും കഴിയും വളരെ ഈസി ആയിട്ട്. അപ്പോ ഈ പാട്ടുണ്ടല്ലോ ഇപ്പൊ മൂവിയിൽ വരെ വരുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ചാർന്നൊരു മൂവിക്ക് വേണ്ടിട്ട് അതിന്റെ ഒരു പ്രമോ സോങ് ആയിട്ട് പാടി. ഞാൻ മാത്രല്ല, ഞാനും ഈ ബാപ്പുട്ടിയും കൂടെയാണ് പാടിയത്. പാടിയിട്ടുണ്ടല്ലേ ഈ പാട്ട്? ഇപ്പൊ യൂട്യൂബിൽ കിടക്കുന്നുണ്ടല്ലോ, യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. ഇത് ഹരിത ക്രിയേഷൻസ് പടം ഈ വരുന്ന 3-ാം തീയതി റിലീസ് ആവുന്നുണ്ടല്ലേ? അപ്പൊ എന്താ അതിനകത്തുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പ്രമോ സോങ് ആയിട്ട് ഇവൻ എന്തായാലും ആ പാട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കട്ടെ ആ പാട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളെ ഈ പാട്ട് എഴുതി ഉപയോഗിച്ചിട്ട് പാട്ട് എഴുതിയ ആദ്യത്തെ ആള് ഏകദേശം ഇവിടെ നമ്മൾ അത്യാവശ്യം അല്ലേ റേഞ്ച് അടിച്ച ഫസ്റ്റ് 1 മില്യൺ അടിച്ച ആളൊക്കെ നീനേക്കാണ്. കുറ്റിപ്പന്തല് ചമച്ചെന്നുള്ള അതെ എല്ലാരും അത് ഡാബ്സിയുടെ സോങ് ആണെന്ന് കരുതുന്നത്, നിന്റെ സോങ് ആണെന്നുള്ള പിന്നീട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതോടുകൂടിയാണ് ആൾക്കാർ പറഞ്ഞിട്ടും തീരാത്തവരുണ്ട്. ഏതായാലും ഇപ്പൊ ഈ വീഡിയോ ഒന്നോടുകൂടി കൺഫേം ആയിണ്ടാവും, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഫിലിമിൽ ആ പാട്ട് വന്നപ്പോ കൺഫേം ആയിണ്ടാവും എന്ന് കരുതുന്നു. നീ എന്നാണെന്നുള്ള ഇന്നാലും അത് കവറാണോ എന്ന് കരുതുന്നവരും വേറെ ഉണ്ട് ഇപ്പോഴും. എന്താ ചെയ്യാ, വല്ലാത്തൊരു അവസ്ഥ. അത് കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ ഭാവിയിൽ എന്തായാലും അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ എന്തായാലും പുതിയ സാധനങ്ങള് ഇതിപ്പോ ആദ്യം AI വേർഷൻ വന്നോണ്ടാണല്ലോ കൺഫ്യൂഷൻ. പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ടറിന്റെ സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് ചെയ്യണം. കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ചെറിയ പ്രൊജക്ടുകളൊക്കെ. നമ്മൾ AI വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നേരിടുന്നത്? AI വെച്ച് ചെയ്യുമ്പം
ആ സാധനം ഇനി അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് തന്നെ പറ്റൂല. കാരണം അത് അത് നമ്മൾ പല രീതിയിലും പ്രോംപ്റ്റുകൾ പല സാധനം കൊടുത്ത് ഇത് നമ്മളിട്ട ട്യൂൺ തന്നെയാണ്, ഇട്ട ട്യൂണൊന്നല്ല. നമ്മളിട്ട ട്യൂൺ നമ്മൾ മൂളി കൊടുത്ത് ട്രാക്ക് പോലെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ആ ട്രാക്കിന് നമ്മൾ ആദ്യം റെഫറൻസിന് വേറെ ഏതൊരു ട്രാക്ക് ഇട്ട് കൊടുക്കും, ഇതിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് പറയും. അങ്ങനെയൊക്കെ കൊടുത്ത് ചിലപ്പോൾ കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരൊറ്റടിക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിനി. വീണ്ടും അതുപോലെ സാധനം ചെയ്യുമ്പോൾ അത്ര ഒരു സഹകരിക്കണില്ല എന്നോട്. ഒരു ഇറ്റ് ചടിച്ചില്ല, ഇനി വേണ്ട, ഇനി അടുത്ത ആൾക്ക് കൊടുക്കട്ടെ. അതായാലും നല്ല AI വെച്ചിട്ട് ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഒന്നാമത് എന്തായാലും നമുക്ക് ഒറിജിനൽ വേർഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് കുറെ ടൈം കളയണ്ടെന്നുണ്ട്. അപ്പൊ ഇനി ഏതായാലും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് പാട്ടുകളൊക്കെ വരാനുണ്ടോ ഇനി? വരാണ്ട്. ഒന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പേര് ഓർത്ത് വെച്ചോളി. അസർ D2S എന്നുള്ള പേരിലൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. ഇൻഷാല്ലാ ഇന്നലെ തുടങ്ങിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ലിങ്ക് ഇടും. ഞാൻ തന്നിട്ട് നിങ്ങൾ ഉടായ്പിന്റെ സ്ഥലത്ത് ഫണ്ണായിരുന്നു. അതിനകത്ത് പല ടൈപ്പ് കണ്ടന്റുകളായിരുന്നു. മിക്സഡ് കണ്ടന്റ്. അത് നമുക്ക് പഠിക്കാനുള്ളൊരു വേദി, എല്ലാം പരീക്ഷണങ്ങളും നടത്താനുള്ളൊരു വേദി എന്നുള്ളവർക്ക് ചെയ്തിരുന്നു. പക്ഷെ മ്യൂസിക്കിനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും സ്പോട്ടിഫൈയിൽ ഒരു അക്കൗണ്ട് ഒക്കെ എടുത്തിന്. അപ്പൊ ഇനി മ്യൂസിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചാനൽ, അതിനൊരു ചാനൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നാമത് ആ ചാനലിലോട്ട് പോയി ഹാക്കായി പോയി തിരിച്ചു വന്ന സാധനം അത് അത്ര സുഖം ഉണ്ടാവില്ല. പുതിയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ അസർ D2S പുതിയ സിനിമയിലോട്ട് ഇനിയും പുതിയ പാട്ടുകൾ ഏതെങ്കിലും പറയുന്നുണ്ട്. ഒരു പടം ഇപ്പൊ മമ്മൂക്കാന്റെ ഒരു പടം പറഞ്ഞതുണ്ട്, നമ്മൾ എഗ്രിമെന്റ് ഒന്നും കഴിയാത്തതുകൊണ്ട് ഒരിതുണ്ട്. പിന്നെ ഈ ചെറിയ വർക്കുകളൊക്കെ അങ്ങനെ അതൊക്കെ ചെറിയ പടത്തൊക്കെ കോൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. കൺഫേംഡ് അല്ല. ഇപ്പൊ ഈ പുതിയ എഴുതുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പാടാൻ പറ്റുമോ കുറച്ച് വരികൾ? നമ്മളെ വേറെ പ്രശ്നമുണ്ട്, അത് ട്യൂണ് റിലീസായി പോയിഞ്ഞാൽ ഇപ്പത്തെ കാലാണ്, അത് വേറെ ആരെങ്കിലും ചിലപ്പോ കവറൊക്കെ ചെയ്യും, പിന്നെ നമ്മള് നിലക്കൊക്കേണ്ടി വരും. അവിടെ പ്രശ്നമുണ്ട്. എന്തായാലും കുറച്ചുകൂടി ഫാസ്റ്റ് ബീറ്റ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഞാൻ ലേറ്റസ്റ്റ് ഒരു പാട്ടുണ്ട്, ഏതായാലും 2 ലൈനൊന്ന് പോയോക്കല്ലേ? പോയി ഒന്നും വരാനില്ല. ഗ്യാരണ്ടി ട്ടോ. ഞാൻ ഗ്യാരണ്ടി. കാരണം എന്തായാലും ഇവന്റെ പുതിയ ലേറ്റസ്റ്റ് പാട്ടാണ്. ഞാൻ ഇപ്പത്തെ കാലത്തുണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് ഔട്ട് ചെയ്യുമ്പോ തന്നെ അത് കണ്ട് തൂങ്ങിട്ട് അതിന്റെ എന്തായാലും ചെയ്ത് നോക്കാം. കണസാ പറഞ്ഞിട്ട് പിണങ്ങും മനസ്സാ നമ്മളൊക്കെ നഫ്സാ ഒരു ജനസാ പുതുസാ മനസ്സനെ തരയും മനസ്സിൽ പിരിശം പാടാം പമകരിസാ കിബറ് പിടിച്ച് നടക്കണ്ടള്ളിയ കബറിലെത്തണ്ട തടിയ സബറത്തുള്ളൊരു മനസ്സിൻ്റെ ഉള്ള സുബറകം പോലെ പൊളിയ കൊസറ കള്ളിച്ച് നടന്ന് വെറുതെ ബസറ് കണ്ടന്റെ അനിയ ഉസുറും പുള്ളിയുള്ള മനസ്സിന്റെ മൊത്ത കസറ് പോലത്തെ ചിരിയ ഞാൻ ഊക്കലേന അത് പാടുന്നില്ല. മെയിൻ സാധനം ഇതിന്റെ അതിന്റെ ഇൻട്രോ മാത്രം, മെയിൻ സാധനം വേറെ. അപ്പൊ എന്തായാലും പറയുന്നില്ല, കാരണം ഫുള്ള് പാടി കഴിഞ്ഞാൽ അതേമാതിരി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അല്ലേ, നമ്മുടെ മോഡേൺ വേൾഡ് ആണ്. യൂട്യൂബിലൊക്കെ പെട്ടെന്ന് ട്യൂൺ കണ്ടിട്ട് ആൾക്കാരെ ചെയ്യും, അതുകൊണ്ടാണ് അത് പാടാത്തോട്ടെ. എന്തായാലും നല്ല അടിപൊളി ഹിറ്റ് അടിക്കുന്ന പാട്ട് തന്നെ ആവട്ടെ അല്ലേ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ സാധനങ്ങൾ ഉണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാട്ട് എഴുതാൻ ഏകദേശം എത്ര സമയം എടുക്കും? അതൊരു ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ഞാൻ എഴുതുന്നത് ഫുൾ ലൈനും എൻ്റെ മൈൻഡിൽ എത്തിയതിനു ശേഷം, ഫുൾ ലൈൻ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ലൈനെങ്കിലും മൈൻഡിൽ എത്തിയതിനു ശേഷം അത് ചെയ്തു. ഈ പെണ്ണെടുത്തിട്ട് എഴുതുന്ന പരിപാടി ഇല്ല. അതായത് ഇരുന്ന് ഒരു പാട്ട് എഴുതണം എന്ന് എഴുതിയിട്ട് എഴുതുന്ന പരിപാടി. നമ്മൾ വണ്ടിമ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് ട്യൂൺ കിട്ടും, അത് ട്യൂൺ റെക്കോർഡ് ചെയ്തു, പിന്നെ വരി എപ്പോഴേലും കിട്ടും. അങ്ങനെ എല്ലാം ആയതിനു ശേഷം ഇങ്ങനെ എഴുതി വെക്കും. മൈൻഡിലാണ് കളികൾ മൊത്തം. മൈൻഡിലാണ് കളിക്കുന്നത് അല്ലേ. എന്നാലും ഏകദേശം ഒരു പാട്ട് എഴുതാൻ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ട്? ചില പാട്ടുകളൊക്കെ ടപ്പായിരുന്നു. ഇപ്പൊ ഈ കുറ്റിപ്പന്തൽ എന്നുള്ള പാട്ട്, അത് എനിക്ക് ഞാൻ തോന്നുന്നു ഒരു വണ്ടിമെന്ന് ഒരു 3 കിലോമീറ്റർ റൺ ചെയ്തോണ്ടിരിക്കണ എടുക്കുക പാട്ട് മുഴുവൻ കഴിഞ്ഞു. അത്രയും സ്ട്രൈക്ക് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എഴുതിയ സാധനം അത് എഴുതിയല്ലേ. അപ്പൊ ഇതോ ഇപ്പൊ എഴുതിയാൽ ഇപ്പൊ ഞാനിപ്പോ എഴുതിയെടുത്തോളം ലൈൻ ഇതേപോലെ ഒറ്റ ടേക്കിൽ പോകുന്ന തന്നെ, ഒപ്പം തന്നെ. ഇനിയിപ്പോ അടുത്ത് കിട്ടണമെങ്കിൽ നമ്മളിപ്പോ കരുതുമ്പോ എന്തായാലും ഒരു 2.5 കിലോമീറ്റർ റണ്ണിങ്ങിൽ വന്ന സാധനം, പക്ഷെ വീണ്ടും നമ്മൾ അതേ വഴിക്ക് കൂടെ കുറെ യാത്രയുണ്ട്, ബാക്കി വന്നിട്ടില്ല. ഇനി എപ്പം വരും എന്ന് പറയാൻ പറ്റില്ല. വരുമ്പോ ചെയ്തു അതിനായിട്ട് ഇരിക്കൂല, അതിനിരുന്ന ക്വാളിറ്റി ഉണ്ടാവില്ല. കിട്ടിയിട്ട് നമുക്കൊരു സാധനം സ്ട്രൈക്ക് കിട്ടിയിട്ട് എഴുതണം.
നമ്മളെ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എ ഇങ്ങനെ എല്ലാ മേഖലയിലും എന്റെ ഇത് അതിപ്രസരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മളെ സമീപ ഭാവിയിൽ എൻ്റെ വലിയൊരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞ ആഗ്രഹം ഒരു പാട്ട് ഫിലിമിൽ പാടണം എന്ന് ഞാൻ പാടി. ഇനിയിപ്പോൾ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വെച്ചിട്ടൊരു ഫിലിം ചെയ്യണം. അത് ഏഷ്യയിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. വെച്ചിട്ടൊരു മൂവി ചെയ്തിട്ടില്ല. ഐ മീൻ നിങ്ങളിപ്പം ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ ഇമേജ് വെച്ചിട്ട് അതല്ല ഉദ്ദേശം. AI ഉപയോഗിച്ചിട്ട് ഇതിലെ VFX ചെയ്യാം. ക്യാരക്ടറൊക്കെ ഒറിജിനൽ, എല്ലാം ഒറിജിനൽ. പക്ഷെ ഇതിലെ ഈ റിസ്കി സാധനങ്ങൾ മൊത്തം അതിന്റെ സഹായത്തോടു കൂടി ചെയ്യാം. VFX പകരം AI വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. സ്ക്രിപ്റ്റഡ് ആണ്, പൂർത്തിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏകദേശം റിലീസ് ആവാൻ ഏകദേശം എത്ര സമയം? ഇനിയിപ്പോ നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടി കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റും അല്ല, അങ്ങനെ കൊണ്ടുണ്ട്. കാണുന്നവർക്ക് ഭയങ്കര ഒരു അവതാറൊക്കെ കാണാൻ കാണുകയും ചെയ്യാം. വലിയ ബഡ്ജറ്റ് വരില്ല. ഒരു കിടിലൻ ആംബിയൻസിൽ ഇരുന്ന് കാണാൻ പറ്റിയ സാധനം അല്ലേ? ഓക്കെ. അപ്പോൾ AI വെച്ചിട്ട് കിടിലൻ, അതായത് ഭാവിയിൽ തന്നെ നമ്മുടെ AI വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ കഴിയും ആളുകൾക്ക് ഇല്ലേ? കാരണം ഭയങ്കര എല്ലാ 2025 നമ്മളിപ്പോ പുതുവർഷത്തിലാണ്. ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാണ് AI നമ്മുടെ എന്താ ഫ്യൂച്ചറിനെ കളയും, അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക് ഭയങ്കര ദോഷം. എൻ്റെ ഈ 2025 ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണത് ഈ AI എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻ്റെ ഏറ്റവും വലിയ സഹായം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ കോണ്ടാക്റ്റുകൾ മൊത്തം ഏത് പ്രോംപ്റ്റ് അടിച്ചു കഴിഞ്ഞാലും അതങ്ങോട്ട് നമ്മളെ മുന്നിലോട്ടാണ്ട് എത്തുകയാണ്. പിന്നെ ഈ മ്യൂസിക്കിന്റെ ഒക്കെ മേഖലയിൽ കുറച്ച് നമുക്ക് ഐഡിയ വേണം, ചെറിയൊരു ഐഡിയ വേണം. യെസ്. ഒന്നാമത് ഇപ്പൊ ഈ സുനോ AI പോലത്തെ കുറെ സാധനങ്ങളുണ്ട്, ഉഡിയോ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിറിക്ക് എഴുതി കൊടുത്തിട്ട് ഒരു ട്യൂൺ ചെയ്ത് തരും. അത് നമുക്ക് പറ്റിയ കംഫർട്ടബിൾ ആയിരിക്കൂല, അല്ലെങ്കിൽ നമ്മളെ ഈ മലയാളത്തിലൊക്കെ കളിക്കാൻ പറ്റാവുന്ന സാധനം ആയിരിക്കുമല്ലോ ഓരോ സാധനം എടുത്ത് തരല്ലേ. അപ്പൊ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മൂളി കൊടുത്തിട്ടൊക്കെ ചെയ്യാനുള്ള വേറെ ടൂളുകളുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് വിടൂല, കാരണം അതൊക്കെ ബ്രോന്റെ സീക്രട്ടുകളാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊരു ഹിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അത് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് സിനിമകളിലോട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ട് അല്ലേ? സ്ക്രീന് ഭയങ്കരമായിട്ടുള്ള ഒരു മോഹമാണോ? അതായത് സ്ക്രീൻ എന്താണെന്ന് അറിയോ, സ്ക്രീനാണ് എൻ്റെ സ്പേസ് എന്ന് എപ്പോഴും തോന്നലുണ്ട്. ഒന്നാമത് എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ പക്ക ഇൻട്രോവേർട്ടാ. ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ ഒരു സാധനം വാങ്ങാൻ പോകുന്നു, സാധനം വാങ്ങി വീട്ടിൽ വരുന്നു. എനിക്ക് കഴിയൂല ആൾക്കാരോട് സംസാരിക്കാൻ, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ക്യാമറ ഓണാക്കി ഞങ്ങൾക്ക് ഓടുന്ന ഒരു ധൈര്യം വരും. എത്ര ആളെ മുന്നിന്നായാലും എനിക്ക് സംസാരിക്കാൻ. എൻ്റെ ഒരു വേദിയാണ്, എനിക്ക് ഉള്ളൊരു സ്പേസാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ലക്ഷം ആൾക്കാരെൻ്റെ മുന്നിൽ നിന്നാണ്ട് ഓരോണ്ട് എന്തെങ്കിലും പറയണം, ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നാട്ടുപുറത്ത് ഇറങ്ങിയാൽ എനിക്ക് അതുപോലെ നിൽക്കാൻ കഴിയില്ല. എന്താ അറിയില്ല, എൻ്റെ സ്പേസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഓപ്പൺ ആകാൻ പറ്റും. അല്ലാണ്ട് എല്ലാവർക്കും ഓപ്പൺ ആകാൻ പറ്റുന്നിടത്ത് എനിക്ക് പറ്റുന്നില്ല, കഴിയുന്നില്ല. സ്ക്രീനിന്റെ മുന്നിൽ ബ്രോഡിൽ ഇപ്പൊ ഈ ക്യാമറന്റെ മുന്നിൽ തന്നെ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്ന സംഭവം. എനിക്ക് പോലും ക്യാമറ ഉള്ളൊരു ധൈര്യമാണ്. അതെ, ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇത്രയും പവർഫുൾ ആയിട്ട് ബ്രോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പോലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല. കാരണം ബ്രോന്റെ കോൺഫിഡൻസ് ആട്ടത്. എന്തായാലും സ്ക്രീനിലോട്ട് എത്തണം, ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ എഴുതിയ കഥയില് നല്ലൊരു ക്യാരക്ടർ തന്നെ ഞാൻ എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് എൻ്റെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇപ്പൊ ഈ ലുക്ക് തന്നെ ഉണ്ടല്ലോ, ഈ ലുക്ക് എല്ലേനല്ലോ ഞാൻ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ. അത് ആ പാട്ടിക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ ഏതാണോ ക്യാരക്ടർ വേണ്ടി നിങ്ങൾ അയക്ക് പിടിച്ചോളി എന്ന് പറഞ്ഞു നമ്മള് ഓരോ മൈൻഡിൽ പിക്ചർ ഉണ്ട്, അപ്പൊ അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളല്ലേ. പിന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്, പോണം എന്നുള്ളൊരു പ്ലാനും ഉണ്ട്. ആഴ്ചയിൽ ഒരോട്ടെങ്കിലും പോയിട്ട് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കണ്ട, അതൊക്കെ ഇതല്ലേ സ്വാക്സ് മാത്രമല്ലേ ഉള്ളൂ, അതൊക്കെ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഭാവിയിലെ പരിപാടികളൊക്കെ? ഭാവിയിലെ പരിപാടി പറഞ്ഞതൊക്കെ തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. സമയം ഉണ്ടല്ലോ, വളരെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്റർവ്യൂ എന്തായാലും നിർത്താൻ പോവാണ്. 2025 ഏറ്റവും നല്ല മികച്ച വർഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആകുമെന്ന് കരുതല്ല, അങ്ങനെ ആവട്ടെ. എന്തായാലും ബ്രോ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയോണ്ട് തന്നെ ഒരുപാട് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മൂവിയിലോട്ട് പ്രൊമോ പാടാനുള്ള അവസരം കിട്ടി. എന്തായാലും വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള
തീർച്ചയായിട്ടും എല്ലാതും എന്നും സപ്പോർട്ട് എന്നും തുടരണം. സപ്പോർട്ട് എന്നുണ്ടോ ബ്രോക്ക് എന്ത് സപ്പോർട്ട് ആണെങ്കിലും നമ്മളോട് പറഞ്ഞാൽ ഉടനടി നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് എല്ലാവരും ആ പാട്ടൊന്ന് കാണുക. നമ്മുടെ ഹരിത ക്രിയേഷൻസിന്റെ ബാനറിൽ പേരെന്ത് നൊക്ലാജിയ എന്നൊരു പാട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കിട്ടോ. ഇവൻ ഡാൻസ് കളിക്കുന്ന ഒക്കെ കാണാം. ഇവൻ തന്നെയാണോ നമുക്ക് തന്നെ അറിയില്ല കേട്ടോ അല്ലേ സംഭവം. ഇയാൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? ഞാൻ എന്നെ അന്തം വിട്ടു. ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ ഇൻട്രോവർട്ടാന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നുള്ള ഞാൻ എന്നെ അന്തം വിട്ടു. ആ ഒരു യോയോ സ്റ്റൈൽ സംഭവങ്ങളായിരുന്നു. അത് റാപ്പ് സ്റ്റൈൽ അത്രേ ഉള്ളൂ. അതായത് ആക്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അത് അവൻ കൂളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. കളി മാറ്റാ കുട്ടിമാളെ